ഞാൻ സഹായിക്കണോ? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആ സരസയെ കണ്ടത് നന്നായി. നിന്റെ നൃത്തം കണ്ട നിമിഷം മുതൽ ഞാനൊരു ചിന്താക്കുഴപ്പത്തിലാണ്. എന്താണ്? നൃത്തമാണോ അതോ നർത്തകിയാണോ എന്നെ കൂടുതൽ ആകർഷിച്ചു? മറുപടി പറയൂ. എനിക്കെങ്ങനെ അറിയാം? എന്നാ ഞാൻ പറയാം, നർത്തകിയാണ്. സരസേ, ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഉമിത്തി പോലെ നീറിക്കൊണ്ടിരിക്കുന്ന വിചാരവുമായി ഞാൻ നടക്കാറില്ല. പറയാനുള്ളത് അപ്പോപ്പൊ തുറന്നു പറയും. പറയട്ടെ, നിനക്കെന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അയ്യോ സാറിന് പോകൂ പോകൂ. എന്താ നിങ്ങളിങ്ങനെ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുക. ആഹാ ആഹാ, നിങ്ങൾ രണ്ടുപേർക്കും എന്ത് പറ്റി? ചേച്ചിക്ക് എന്ത് പറ്റിയെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ആ സാരി വന്ന് എന്നോട് സംസാരിക്കാൻ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ടും സംസാരിക്കണം. അടിക്കടി വാക്കിന് വാക്ക്. അതാണ് വേണ്ടത്, അല്ലേ ശ്യാമളെ? പിന്നല്ലേ. ഏയ്, ചേച്ചി അങ്ങോട്ട് സംസാരിച്ചില്ലേ? ഞാൻ എന്ത് സംസാരിക്കാനാ? ആ, അത് പോട്ടെ. ആ, ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഞങ്ങൾ എന്തോ വേണോന്ന് ചേച്ചി അങ്ങ് പറഞ്ഞേച്ചാ മതി. എന്തായത്? ഇത് 2 ബ്ലൗസ്, ഇതൊരു പാവാട. ഇതെന്താ? ഇതെനിക്കൊരു സാരി. നോക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. സരസയ്ക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയാം. എന്നെ കളിയാക്കണ്ട ചേട്ടാ. സരസ ഇരിക്കും. വേണ്ട, എനിക്ക് വേഗം വീട്ടിലെത്തണം. ആ, എന്റെ അളവ് വേണ്ടേ? എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇതെപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. ആ, എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല ചേട്ടാ. എന്നാൽ ഒരാഴ്ച. എനിക്കിവിടെ ജോലി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സരസയുടേതല്ലേ, എന്റെ കലാപാഠം മുഴുവൻ ഞാനിതിൽ കാണിക്കണ്ടേ. എന്നാ ഞാൻ പോട്ടെ, പിന്നീട് വരാം. ഇതിന് സരസ ഇങ്ങോട്ട് വരണമെന്നില്ല. തയ്ച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ശരി. അയ്യോ, ഇനി ഇതിങ്ങനെ താമസിപ്പിക്കാതെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് അറിയിപ്പിക്കുന്നിടത്തൊക്കെ അറിയിപ്പിച്ച് കാര്യമൊന്നും നടത്തരുത്. അങ്ങനെ അങ്ങ് ധൃതി പിടിച്ച കാര്യം നടക്കുമോ? സ്വല്പം സാവകാശത്തിലാകുന്നല്ലേ നല്ല. അത് ശരി. വീട്ടിലേക്കല്ലേ? കേൾക്കോളൂ. അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. കേൾക്കൂ സരസേ. ആരെങ്കിലും കണ്ടാലെന്താ? എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? കാറുള്ളപ്പം നടക്കുന്നത് തെറ്റാണ്. കേറുള്ളൂ. അയ്യോ വേണ്ട സാർ, ഞാൻ പോവുക. സരസേ, സരസേ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. അയ്യോ സാറേ, ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റും. എന്തു പറയുന്നു? കയറൂ, ഭയപ്പെടണ്ട. ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ, പുഷ്പവതി പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ. ചിലയും കത്രികയും പോലെ, പട്ടുനാരും പവിഴവും പോലെ,
പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ പച്ചിലയും കത്രികയും പോലെ തുടിച്ചു ഇടറും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം തുടിച്ചു വിടരും നിന്റെ തൊട്ടാൽ പൊട്ടുന്ന താരുണ്യം അളന്നു നോക്കാതെ തുന്നി ഞാൻ അണിയാനീ കഞ്ചുകം നിനക്കണിയാനീ കഞ്ചുകം പൊന്നും കൊണ്ടെഴുതട്ടെ ഞാൻ എന്റെ പേരും കൂടി ഇതിലെന്റെ പേരും കൂടി പച്ചിലയും കത്രികയും പോലെ പട്ടുനാരും പവിഴവും പോലെ പുഷ്പവതി നീയും ഞാൻ സ്വപ്നവും നിദ്രയും പോലെ പച്ചിലയും കത്രികയും പോലെ നിറഞ്ഞു തുളുമ്പും നിന്റെ നൃത്തം വയ്ക്കുന്ന സൗന്ദര്യം നിറഞ്ഞു തുളുമ്പും നിന്റെ നൃത്തം വയ്ക്കുന്ന സൗന്ദര്യം കവർന്നെടുത്തു ഞാൻ ചാർത്തിക്കും കവിളത്തൊരു കന്മദം ഇളം കവിളത്തൊരു കന്മദം വർണ്ണപ്പൂ കണ്ടെഴുതട്ടെ ഞാൻ എന്റെ പേരും കൂടി അതിലെന്റെ പേരും കൂടി പച്ചിലയും കത്രികയും പോലെ പട്ടുനാരും പവിഴവും പോലെ പുഷ്പവതി നീയും ഞാനും സ്വപ്നവും നിദ്രയും പോലെ പച്ചിലയും കത്രികയും പോലെ സരസേ, നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസേ, ഇന്ന് രാത്രിയെങ്കിലും നീ ടി വിയിലേക്ക് വരണം. അയ്യോ ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല. ഇന്ന് രാത്രി നീ ടി വിയിലേക്ക് വന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കട്ടുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും. നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? സരസ എവിടെ പോയിരുന്നു? ഞാനോ? ഞാൻ എവിടെ പോയില്ലല്ലോ. ഞാൻ വീട്ടിൽ തിരക്കി, കണ്ടില്ല. എന്താ കാര്യം ചേട്ടാ? സരസേ, എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു?
ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത്. അതെന്റെ ഇഷ്ടമാണ് ചേട്ടാ. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ചേട്ടൻ ഇതിൽ വേദനിക്കാൻ കാര്യമില്ല. സരസേ, വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ്. വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അറിയണം. അറിയേണ്ടത് ഞാനാണ്. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സരസേ, ഇതാ ഇത് കൊണ്ടുപോയിക്കൊള്ളു. രാധേ, രാധേ, എന്താ അച്ഛാ? എന്റെ ചേച്ചി എവിടെ പോയി? ഇതാ വന്നു അച്ഛാ. നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ചേച്ചിയില്ല അച്ഛാ. പിന്നെ അയ്യപ്പച്ചേട്ടന്റെ വീട്ടിൽ പോയതാ. അവരുടെ മകളില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ചേച്ചി കാണാൻ പോയതാ. ഞാൻ ഒന്ന് ചന്ത വരെ പോയിട്ട് വരാം. ആ ചേച്ചി, ഇനി എന്നെ കൊണ്ടാവില്ല. ഞാൻ അച്ഛനോട് കളവ് പറഞ്ഞു പറഞ്ഞ് മടുത്തു. ചേച്ചി കേട്ടുണ്ടോ? പല നാൾ കള്ളൻ ഒരു നാൾ വലയിൽ. ഇതൊരു നല്ല വലയാണ് മോളെ. ഇനി ഞാൻ എന്റെ മോളെ കൊണ്ട് അധികം കളവ് പറയിക്കില്ല. അദ്ദേഹം എന്നെ വിവാഹം ചെയ്തോളാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. നേരാണോ ചേച്ചി? അതെ മോളെ.